എന്തായാലും അത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കുള്ളൂ. നീലിന് ആക്സിഡന്റ് പറ്റിയെന്നു. നീലിന് എന്നുവെച്ചാ പൂച്ച എന്തോ വട്ടം ചാടി എന്ത് പറ്റിയടാ? എടാ ഒന്നും സീരിയസ് ആയിട്ട് വല്ലതും ഉണ്ടോ? അല്ല, ഒരു 2-3 days റെസ്റ്റ് പറഞ്ഞു. ആണോ? അന്നും ജസ്റ്റ് ഒന്ന് വിളിച്ചു. ഷോൾഡർ മസിൽ ഇംബാലൻസ് ആയിരുന്നു. അങ്ങനെ ഷോൾഡർ മസിൽ ഇംബാലൻസ്ഡ് ആയിരുന്നു. സാധാരണ വിളിച്ചു നോക്ക്. ഇത് എന്നായിരുന്നടാ? ഇതെന്ന്? ഇപ്പം ഇച്ചിരി മുന്നേ. വേറെ സീൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ടാണ് വിളിച്ചു നോക്കട്ടെ. എടാ ഹലോ, എടാ മോനെ ഓക്കില്ലേ? എന്തൊക്കെ എന്ത് പറ്റിയതാ? എന്തെങ്കിലും ബൈക്കിലായിരുന്നോ? എന്നിട്ട് പൂച്ച മരിച്ചെന്നാ? നിനക്കെന്ത് പറ്റി പറ. പൂച്ച സീരിയസ് സിറ്റുവേഷനിൽ ഇങ്ങനെ കൂടെ ആശുപത്രിയിലാണ് ഇപ്പൊ. എന്ത് ബൈക്ക്? ഹലോ, ഒരു മിനിറ്റടാ. നീലിന്റെ ആണോ? നീ റെസ്റ്റ് എടുക്കേട്ടാ. ഓക്കെ എന്തായാലും നോക്കി എന്തെങ്കിലും പൂച്ച കൊണ്ട് ഒരു സന്തോഷം, ഒരു സമാധാനം ഇല്ലാത്ത ഒന്ന് കൊരക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. പൂച്ച കൊരക്കേ? എന്ത് പറ്റിയെന്നാ? തൊലിയെല്ലാം പോയി. അവന്റെ പൂച്ച ചാടിയതാ കുറഞ്ഞ. കൊരഞ്ഞു വാരി കേട്ടോ കയ്യൊക്കെ. അയ്യോ, അവൻ ചുണ്ടുമ്പോ ഒരച്ചിലാണ്. മുറിവിനെക്കാളും വേദന ആക്ച്വലി ഈ തൊലി ഇവിടുന്ന് പോകൂല, അതിനാണ് വേദന. അത് പയനിച്ചിരി കിട്ടിയിട്ടുണ്ട്. വലിയ കൈപ്പാക്കാൻ പോലും വയ്യെന്നാണ്. ഫുള്ള് ഒരഞ്ഞു വാരി, റൈറ്റ് കൈ മടങ്ങി. അയ്യോ, കുറച്ചു ദിവസം ഉണ്ടാവില്ല നീല്. ഒടിഞ്ഞ പാറ്റ് രണ്ടായിട്ട് പോളം. ഒടിഞ്ഞ പാറ്റ് തറ വീണ് പിടിയും കൂടെ ഒരു കയ്യിൽ വന്നിട്ടുണ്ട്. റെസ്റ്റ് ഇൻ പീസ് പൂച്ച. പൂച്ചക്ക് വരെ ആ പയ്യനെന്ത് നോക്കിയാണോ? ഇത്ര റിയാക്ഷൻ ടൈം ഉള്ള സാധനം ഇല്ലേ? അതെങ്ങനെയാണ് എന്നാലും ഇതം കൊണ്ട് ഇടിച്ചു പൂച്ച. അല്ലാതെ ഒരു അബ്സെന്റ് പറ്റില്ല പൂച്ചക്ക്. എത്ര പൂച്ച? നീലല്ല, നീല പയറ് പോലെ ഇരിക്കുന്നു വീട്ടിൽ. നീൽ RIP പൂച്ചാന്ന് വിടുകേസ്. പ്രായമായ പൂച്ചയായാലും മനുഷ്യരായാലും ചാവും. അതിന്റെ വിധി അങ്ങനെയായിരുന്നു. ചെറുക്കനൊന്നും പറ്റിയില്ല, അത് മതി. പൂച്ച ഫിറ്റ് ആയിരുന്നു ബ്രോ. അത് ഞാൻ ഊതിച്ച് നോക്കില്ല പൂച്ച പിടിച്ച്. അതിന്റെ ഇടയ്ക്ക് കൂടെ ബ്രോ ഊതല്ലേ ബ്രോ ഇവിടെ സീരിയസ് ടോക്ക് കിടക്കുമ്പോ. അപ്പൊ ഉടനെ പാട്ടുകളൊക്കെ വരുന്നത്. എന്നാ ഇരിക്കല്ലേ?